ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് ഒരു വിചിത്രമായ അവകാശവാദമാണ് US പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത്. US ഇന്ത്യക്ക് മേൽ ചുമത്തിയ തിരുവ ഒരു വലിയ സംഖ്യയാണല്ലോ. 50% തിരുവയാണല്ലോ ചുമത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരും എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. വൻ തിരിച്ചടി എന്നാണ് US പ്രസിഡന്റിന്റെ അവകാശവാദം. എങ്ങനെയാണ് ഇന്ത്യക്ക് മേൽ അമേരിക്ക 50% തിരിവ് ഏർപ്പെടുത്തിയതിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ബാധിക്കും? ഇതാണ് ഇപ്പോൾ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഉയർന്ന തിരിവ് ചുമത്തിയ നടപടി റഷ്യക്ക് തിരിച്ചടിയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദം. ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ നിലവിൽ മോശം സ്ഥിതിയാണ്. റഷ്യ അവരുടെ രാജ്യത്തെ വീണ്ടും പടുത്തുയർത്താനുള്ള ശ്രമം ആരംഭിക്കണം. അതിനുള്ള ശക്തി അവർക്കുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. നല്ല രീതിയിൽ തുടരാനുള്ള സാഹചര്യം അവർക്കുണ്ട്. നിലവിൽ നല്ല രീതിയിലല്ല എന്നാണ് ട്രംപിന്റെ അവകാശവാദം. റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയുള്ള താക്കീത് എന്ന നിലക്കാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് 50% അധിക തിരിവ ഏർപ്പെടുത്തിയ നടപടി റഷ്യക്ക് തിരിച്ചടിയാകുകയായിരുന്നു എന്ന് ട്രംപ് ഇന്ത്യയെ പരാമർശിക്കാതെ, നമ്മുടെ രാജ്യത്തിന്റെ പേരെടുത്ത് പറയാതെ ചൂണ്ടിക്കാട്ടി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഏറ്റവും അധികം വാങ്ങുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ഈ അവകാശവാദം ഉന്നയിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പേര് പരാമർശിക്കാതെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന. അതേസമയം യുഎസിന്റെ തീരുവ വർധന മുൻനിർത്തിയുള്ള ഭീഷണി ഇന്ത്യ മുന്നേ തള്ളിക്കളഞ്ഞിരുന്നു. അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവും എന്നാണ് യുഎസിന്റെ നടപടിയെ നമ്മുടെ രാജ്യം വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത്രയും എണ്ണ അവരുടെ സംഭരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുകയും അതുകൊണ്ട് അവർക്ക് ബിസിനസ് നടക്കാത്തൊരവസ്ഥ വന്ന് അവരുടെ സമ്പദ് വ്യവസ്ഥ തകരും എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദത്തിന്റെ ചുരുക്കം. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ അധിക ചുങ്കം ചുമത്തിയത് കൊണ്ട് റഷ്യക്ക് ആണ് അതിന്റെ കോട്ടം വരുന്നത് എന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ ഈ അവകാശവാദം ഇന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ കുറച്ച് മോശം സ്ഥിതിയിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് US പ്രസിഡന്റ് പറയാതെ തന്നെ ഈ മേഖലയിലൊക്കെ ഉള്ള വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നതുമാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം അവരുടെ എണ്ണ കയറ്റുമതി തന്നെയാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. 3ാം സ്ഥാനത്താണ് എന്നൊക്കെയാണ് അതിന്റെ കണക്കുകൾ വരുന്നത്. അങ്ങനെയൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനം എണ്ണ തന്നെയാണ്. ഈ റഷ്യയുടെ ഏറ്റവും വലിയ വരുമാനം എണ്ണയാണ് എന്നുള്ളതിന്റെ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി പരാമർശിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ ആദ്യത്തെ പ്രസ്താവനയോടുകൂടി നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വിശദമായി തന്നെ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ, അവരുടെ പ്രധാന വരുമാന മാർഗം, ഇതൊക്കെ നമ്മൾ പരാമർശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റിന്റെ ഈ അവകാശവാദം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥക്ക് ഇന്ത്യക്ക് മേൽ അധിക തീവ്ര ചുമത്തുന്നതിലൂടെ അവരുടെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാണ് US പ്രസിഡന്റ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. ഇന്ത്യ അത് നിർത്തുക വഴി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടും എന്നാണ് ട്രംപിന്റെ അവകാശവാദം. പക്ഷേ ഇന്ത്യ അത് കൈയോടെ തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു പ്രസ്താവന ഇന്ത്യ അപ്പാടെ തന്നെ അവഗണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവുമായ യുഎസിന്റെ നടപടി എന്നാണ് ഇന്ത്യ ആ സമയത്ത് അതിനെ വിമർശിച്ചിരുന്നത്. തീർച്ചയായും ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് എന്തെങ്കിലും
പ്രശസ്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വളഞ്ഞ വഴിയിലൂടെയാണ് റഷ്യയെ തോൽപ്പിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റഷ്യയുടെ എണ്ണ കയറ്റുമതി കാര്യമായി നടക്കുന്നത് ഇന്ത്യയിലേക്കാണ്. അത് നിർത്തിക്കഴിഞ്ഞാൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥക്ക് കോട്ടം തട്ടും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എത്തുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് മറ്റു വരുമാന മാർഗങ്ങളും സ്രോതസ്സുകളും അവരുടെ കയറ്റുമതിയും ഒക്കെ ഇന്ത്യയിലേക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കുമുണ്ട്. അവർ പൈപ്പ് ലൈൻ വഴി യൂറോപ്പിലേക്ക് തന്നെ എണ്ണ കയറ്റി അയക്കുന്നുണ്ട്. ആ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ആ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഒറ്റയടിക്ക് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥക്കൊന്നും കോട്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ ഇപ്പോഴും പൈപ്പ് ലൈൻ വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ. അവർ അത് പൈപ്പ് ലൈൻ വഴി വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അത് കയറ്റുമതിയുടെ ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറവുമാണ്. അവരുടെ എണ്ണയ്ക്ക് കൃത്യമായ മാർക്കറ്റിൽ എത്താനും കഴിയും. ട്രാൻസ്പോർട്ടിംഗ് പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള മുൻകൂട്ടി അത് വളരെ സുതാര്യമായി വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ. അപ്പോൾ ട്രംപിന്റെ ഒരു പ്രസ്താവനയിൽ ഒരു അധിക ചുങ്കം ചുമത്തിയത് കൊണ്ടോ പെട്ടെന്നൊന്നും ഒരു തകർച്ചയിലേക്ക് റഷ്യയെ തള്ളിവിടുവാൻ ഇപ്പോൾ അമേരിക്കൻ US പ്രസിഡന്റിന്റെ പ്രസ്താവന കൊണ്ട് സാധ്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് അതിവിദഗ്ധ ചുരുക്കം. ഘട്ടം ഘട്ടമായി ഒക്കെ സംഭവിക്കാം, എങ്കിലും പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും അത് എത്തിച്ചേരാൻ സാധ്യതയില്ല. അതങ്ങനെ ഒരു പെട്ടെന്നൊരു റഷ്യയെ തകർക്കാനോ ഇതൊന്നും ഇപ്പോൾ US ഈ പ്രസ്താവന കൊണ്ടോ ഈ ഒരൊറ്റ അധിക ചുങ്കം ചുമത്തുന്നത് കൊണ്ടോ ഒന്നും സാധ്യമല്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ US എണ്ണ ധാരാളമായി മാർക്കറ്റുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ മുൻകൂട്ടി വാങ്ങിച്ച ഓർഡറുകളൊന്നും ഇതുവരെ ക്യാൻസൽ ചെയ്ത ഒരു യൂറോപ്യൻ രാജ്യവും ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും അവരുടെ US എണ്ണ റഷ്യയുടെ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് പൈപ്പ് ലൈൻ വഴി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പോൾ തീർച്ചയായും അത് അങ്ങനെ ഒരു പ്രസ്താവന കൊണ്ടോ ഒരു അധിക ചുങ്കം ചുമത്തുന്നത് കൊണ്ടോ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥക്കൊന്നും ഒരു കോട്ടവും തട്ടുന്നില്ല. അപ്പോൾ ഇന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് ഒരു യാഥാർത്ഥ്യവുമില്ല എന്നതാണ് അതിൽ നിന്ന് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ ഒരു പ്രസ്താവന അവർക്ക് ഒരു പോളിഷ് മാത്രമാണ്, അതൊരു പോളിഷ് മാത്രമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ അതിൽ നിന്നൊന്നും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥക്കോ കോട്ടം തട്ടാനും സാധ്യതയില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ പ്രധാന മാർക്കറ്റ് മുൻ അഗ്രിമെന്റ് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. ആ രാജ്യങ്ങളിലുള്ളവർ ഇപ്പോഴും ആ എണ്ണ വാങ്ങുന്നു എന്നതുമാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ US പ്രസിഡന്റ് ഇന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ പെട്ടെന്നൊന്നും മാർക്കറ്റിൽ അത് ഒരു പ്രതിഫലനവും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച് താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ, ലൈക്ക് ചെയ്യുവാനോ ഉറപ്പിക്കുവാനും, വീഡിയോ ഇഷ്ടമായാൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.